അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്ന് വിശുദ്ധമായിട്ടുള്ള ഖുർആനിലെ 5-ാമത്തെ ജുസ്ഇൽ നിന്നുള്ള ചില ഉപദേശ സന്ദേശങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 36-ാമതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് പങ്കാളികളെ ഒന്നും നിങ്ങൾ ചേർക്കരുത്. ഇത് തൗഹീദിൻ്റെ വചനമാണ്. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഈ അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ ഒരു കൽപ്പനയോട് കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്ന 2-ാമത്തെ കൽപ്പന, വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കളെ കൊണ്ട് നിങ്ങൾ ഗുണം ചെയ്യണേ. മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഗുണങ്ങളാണ് ചെയ്യേണ്ടത്. മാതാപിതാക്കൾക്ക് ദോഷം ചെയ്യരുത്, അവരോട് അഹങ്കാരം കാണിക്കരുത്, അവരോട് എതിർപ്പ് കാണിക്കരുത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ. 3-ാമത്തേതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് വബിദിൽ ഖുർബ. നിങ്ങൾ ബന്ധുക്കളായ ആളുകൾക്കും ഗുണം ചെയ്യണേ. കുടുംബക്കാരെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും കൂട്ടുനിൽക്കുന്നവരാണ്. അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് വൽ യതാമ, യതീം, അനാഥരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണേ. വൽ മസാക്കീൻ, അതേപോലെ തന്നെ പാവങ്ങളായ ആളുകളുണ്ട്, ദരിദ്രരായ ആളുകളുണ്ട്, അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണേ. വൽ ജാരി ദിൽ ഖുർബ, ബന്ധുക്കളായ അയൽവാസികളുണ്ടാകും. നമ്മുടെ അയൽപക്കത്ത് പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിരുന്നു. തൊട്ടടുത്ത് വീടുകളൊക്കെ എടുത്തുകൊണ്ട് താമസിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശൈലിക്ക് വെച്ച് നോക്കുമ്പോൾ അയൽവാസികളിൽ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് ബന്ധുക്കളായിട്ടുള്ള അയൽവാസികൾക്കാണ്. അവരെ അവഹേളിക്കാനോ അവഗണിക്കാനോ അവരെ തിരിഞ്ഞു നോക്കാതിരിക്കാനോ പാടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയാണ്. ബന്ധുക്കളായ ആൾക്കാർക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. പിന്നെ പറയുന്നത് വൽ ജാരിൽ ജുനുബ്, ബന്ധുക്കളല്ലെങ്കിൽ പോലും അന്യരായിട്ടുള്ള അയൽക്കാരുണ്ടാകും. നമ്മുടെ കുടുംബക്കാരല്ലാത്ത അയൽക്കാരുണ്ടാകും. സാധാരണ അയൽവാസികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ, അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണേ. ജംബി, ഇനി പറയുന്നത് നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കൂട്ടിലുള്ള ആളുകളുണ്ടല്ലോ, നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഗുണങ്ങൾ ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരായൊക്കെ നമുക്ക് പറയാവുന്ന, നമ്മുടെ ഭാര്യയൊക്കെ പറയാവുന്ന, ഭാര്യയും മക്കളും ആകുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും നിങ്ങൾ കൂട്ടാകണം, അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണേ. സ്വാഹിബി ബിൽ ജംബി, കൂടെ ഇരിക്കുന്നവരായിട്ടുള്ള ആളുകൾ, അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണമേ. വബിന് സബീൽ, വഴിയാത്രക്കാരായ ആളുകളുണ്ടാകും. എല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വളരെ പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് യാത്ര പോകുന്ന ആളുകളുണ്ടാകും, അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണമേ. എന്നിട്ട് പറയുന്നു വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ കൈവശമുള്ള എന്തൊക്കെയുണ്ടോ, നിങ്ങളുടെ കൈവശമുള്ള അടിമകളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണമേ. കന്നുകാലികളുണ്ടെങ്കിൽ, മൃഗങ്ങളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഗുണം ചെയ്യണമേ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. വിശുദ്ധ ഖുർആനിൻ്റെ വലിയൊരു ഉപദേശമാണ് പിന്നീട് പറയുന്നത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല മൻ കാന മുഖ്താലൻ ഫഖൂറ, വളരെയധികം അഹങ്കാരിയും ഗർവിയുമുള്ള, ഭയങ്കര രൂക്ഷമായ സ്വഭാവമുള്ള ആളുകളുണ്ടല്ലോ, ഫഖ്ർ നടിച്ചുകൊണ്ട്, അഹംഭാവം നടിച്ചുകൊണ്ട്, അഹങ്കാരം നടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെയൊന്നും അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയാണ്. ഈ ഒരു ആയത്ത് നമുക്ക് എന്നെന്നും ഗുണപ്രദമാണ്. സാമൂഹികമായിട്ടുള്ള നീതി, കുടുംബം മുതൽ സമൂഹമായി ജീവിക്കുന്ന, സാമൂഹ്യ ജീവിതം നയിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അയൽവാസികൾക്ക് പ്രാധാന്യമുണ്ട്, കുടുംബക്കാർക്ക് പ്രാധാന്യമുണ്ട് എന്നൊക്കെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അഹങ്കാരം ഒഴിവാക്കണം. വിനയമില്ലാതെ ഒരു നന്മ ഒരാളുടെ ഹൃദയത്തിൽ പൂത്തു വിടരുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു വളരെ ഗൗരവത്തിൽ പറയുകയാണ്. അതിനുശേഷം അതിനോട് ചേർത്തുകൊണ്ട് 37-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അല്ലദീന യബ്ഖലൂൻ വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി വഅതദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന. അവിടെ പറയുന്നത് സ്വന്തമായിട്ട് പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലദീന യബ്ഖലൂന, പിശുക്ക് കാണിച്ചുകൊണ്ട്, മനസ്സിൽ കഞ്ഞിത്തരം കാണിച്ചുകൊണ്ട്, മനസ്സിൽ പിശുക്ക് കാണിച്ചുകൊണ്ട്, മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ നടക്കുന്ന ആളുകളുണ്ടല്ലോ. വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, മറ്റുള്ളവരെ പിശുക്കിലേക്ക് ക്ഷണിക്കുകയും പിശുക്കിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, പിശുക്ക് കാണിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ പറ്റിയിട്ട് അല്ലാഹു പറയാണ്. മാത്രമല്ല വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹ് കൊടുത്ത അനുഗ്രഹങ്ങളെ മറച്ചു വെച്ചുകൊണ്ട്, സകാത്ത് പോലോത്തത് കൊടുക്കാതെ, അള്ളാഹ് കൊടുത്ത നിഅമത്തുകളെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ,
പിശുക്ക് കാണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഔദാര്യങ്ങൾക്ക് നന്മ ചെയ്യാതെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവകാശത്തെ മറച്ചു വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പറ്റി അള്ളാഹ് പറയുന്നത് വഅതദ്നാ ലിൽ കാഫിരീൻ. അവിടെ അള്ളാഹ് കാഫിർ എന്നാണ് അള്ളാഹ് ഉപയോഗിച്ചത്. അഹങ്കാരം കാണിച്ചുകൊണ്ട് നിഅമത്തുകളെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളല്ല കാഫിർ എന്നാണ് അള്ളാഹ് ഉപയോഗിച്ചിട്ടുള്ളത്. കാഫിർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തെ നിഷേധിക്കുന്നവൻ എന്നർത്ഥം. അത്തരക്കാരായിട്ടുള്ള അനുഗ്രഹത്തെ മറച്ചു വെക്കുന്ന ആളുകൾക്കുണ്ടല്ലോ അള്ളാഹു നിന്ദ്യമായ ശിക്ഷ കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഒരിക്കലും ബുഹുൽ, പിശുക്കെന്ന് പറയുന്ന സമ്പത്ത് പങ്കിടാതെ സ്വാർത്ഥ സ്വഭാവം കാണിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ദാനം നിഷേധിക്കാൻ പാടില്ല. ദാന നിഷേധമെന്ന് പറയുന്നത് അത് വലിയ പാപമാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹു കൊടുത്തിട്ടുള്ള സമ്പത്തിനെ മറച്ചു വെക്കുക, അള്ളാഹു കൊടുത്തിട്ടുള്ള എല്ലാവിധ ഫളിലുകൾ, ഫളിൽ എന്ന് പറയുമ്പോൾ അതിലൊരാളുടെ കഴിവുണ്ട്, ഇൽമുണ്ട്, അതൊക്കെ മറച്ചു വെക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ വലിയ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയാം. എന്നിട്ട് അടുത്ത ആയത്തിൽ 38-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആഅൻ നാസ് വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിരി വമൻ യകുൻ ശൈത്വാനു ലഹു ഖരീനൻ ഫസാഅ ഖരീന എന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ട് ധർമ്മം കൊടുക്കുന്ന, പ്രദർശനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് മുമ്പിൽ നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് ധനം ചെലവഴിക്കുകയും അള്ളാഹുവിലും ഖിയാമത്ത് നാളിലും അന്ത്യനാളിലും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ശൈത്താനാണ് അവരുടെ കൂട്ടുകാർ. അതാണ് പറയുന്നത് ആർക്കെങ്കിലും ശൈത്താൻ കൂട്ടുകാരനായി വന്നാൽ ഫസാ ഖരീന, ആ കൂട്ടുകാരൻ വളരെ മോശമാണെന്ന് മനസ്സിലാക്കിക്കോ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. നമ്മൾക്ക് ഒരിക്കലും റിആ എന്ന് പറയുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ലോകമാന്യം നടിച്ചുകൊണ്ട്, അതായത് നിഷ്കളങ്കമായ ഉദ്ദേശമില്ലാതെ ദാനം ചെയ്യുക, അതൊരിക്കലും ദാനമായിട്ട് ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യുമ്പോൾ അതിന് പുണ്യം കിട്ടണമെങ്കിൽ ഈമാൻ വേണം, ആഖിറത്തിനുള്ള വിശ്വാസം വേണം. എന്നാലേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആഖിറത്ത് പോകുമ്പോൾ പ്രതിഫലം കിട്ടൂ. ദുനിയാവിൻ്റെ ഉദ്ദേശത്തോടു കൂടി ധർമ്മം ചെയ്താൽ അതിൽ ഒരു ദാനത്തിൻ്റെ ആത്മാവ് കുടിയിരിക്കൂല എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് ചേർത്തുകൊണ്ട് തന്നെ പറയുന്നത് വമാദാ അലൈഹിം, അവർക്കെന്താണ് പ്രശ്നം, ലൗ ആമനൂ ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർക്കെന്താണ് അള്ളാഹുവിൽ വിശ്വസിച്ചാൽ എന്താണ് കുഴപ്പം, അവർക്ക് ഖിയാമത്ത് നാളിൽ വിശ്വസിച്ചാൽ എന്താണ് കുഴപ്പം, വഅൻഫഖു മിമ്മാ റസഖഹുമുല്ലാഹ്, അള്ളാഹ് കൊടുത്തിട്ടുള്ള സമ്പത്ത് നിന്ന് ചെലവഴിച്ചാൽ എന്താ കുഴപ്പം. അള്ളാഹ് പറയാൻ അള്ളാഹ് കൊടുത്തിട്ടുള്ള സമ്പത്താണ്, ആ സമ്പത്ത് നിന്ന് അവർക്ക് കൊടുത്താൽ എന്താണ് പ്രശ്നം. വകാനല്ലാഹു ബിഹിം അലീമ, അവർ ചെയ്യുന്ന സകലമാന കാര്യങ്ങളെയും അള്ളാഹു അറിയും. അവർക്ക് അള്ളാഹ് കൊടുത്ത സമ്പത്തിൽ നിന്നും ധർമ്മം കൊടുത്തെന്ന് കരുതിയിട്ട് എന്ത് നഷ്ടമാണ് അവർക്ക് വരാൻ പോകുന്നത് എന്ന് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകരുതലായിട്ട് ചോദിക്കുകയാണ്. അതായത് ഇതിൻ്റെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്ത് നഷ്ടം വരുമെന്നുള്ളത് മനസ്സാക്ഷിയോട് ചോദിക്കണം. അള്ളാഹ് കൊടുത്ത സമ്പത്ത് അള്ളാഹ് കൊടുക്കാൻ പറഞ്ഞവർക്ക് കൊടുക്കുന്നതിൽ എന്ത് നഷ്ടമാണ് മനുഷ്യരായ നമ്മളൊക്കെ കാണുന്നത് എന്നുള്ളത് ഒന്ന് നമ്മുടെ ഈമാൻ കൊണ്ട് ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ തൗഹീദ്, സാമൂഹികമായ ഉത്തരവാദിത്തം, ധർമ്മം കൊടുക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, പിശുക്ക് കാണിക്കാതിരിക്കുക എന്നുള്ള കാര്യം, നിഷ്കളങ്കമായ വിശ്വാസം, ദാനധർമ്മമുള്ള ജീവിതവും, ഇതൊക്കെയാണ് വിശുദ്ധമായിട്ടുള്ള ഈ ഒരു ജുസ്ഇൻ്റെ ഈ ഒരു ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് വിശുദ്ധമായിട്ടുള്ള ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്ദേശമായി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ടുള്ള ഉപകാരം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. പിശുക്കില്ലാത്ത, അഹങ്കാരമില്ലാത്ത, അഹന്തതയില്ലാത്ത ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.